भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയുടെ 676 ദിവസമാണ് ഇന്ന്. ഭഗവാന്റെ കൃപാകാരുണ്യങ്ങളൊന്നുകൊണ്ട് മാത്രം ഇത് അനസ്യൂതം ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 73 അധ്യായത്തിൽ 18 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ജരാസന്ധൻ്റെ തടവറയിൽ കിടന്ന രാജാക്കന്മാർ ഭഗവാനെ അതിഗംഭീരമായിട്ട് സ്തുതിച്ചു. ആ സ്തുതി കേട്ട് തങ്ങൾക്ക് ഭഗവത് പാദാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാവണം എന്നൊരു പ്രാർത്ഥനയാണ് അവർ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചത്. അതേ തുടർന്ന് ഭഗവാൻ പറയുകയാണ്, അദ്യപ്രഭൃതിവോ ഭൂപ മയ്യാത്മന്യഖിലേശ്വരേ സുദൃഢാ ജായത്തെ ഭക്തിർബാഢമാശംസിതം തഥാ. ഭൂപ അല്ലയോ രാജാക്കന്മാരെ, അദ്യപ്രഭൃതി ഇന്നു മുതൽക്ക് അഖിലേശ്വരേ ആത്മനീമയി എല്ലാത്തിൻ്റെയും ഈശ്വരനായ സകല ചരാചരങ്ങളുടെയും ഈശ്വരനായ നിയന്താവായിരിക്കുന്ന ആത്മാവായ എന്നിൽ വാ ആശംസിതം തഥ നിങ്ങൾക്ക് ആഗ്രഹിച്ചതനുസരിച്ചിട്ടുള്ള ഭക്തി, പരമമായ പ്രേമം, അനുരാഗം, ബാഢം സുദൃഢ ഏറ്റവും ഉറപ്പുള്ളതായി ജായത ഉണ്ടാവും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് സാധിക്കും. നിങ്ങൾ എന്നിൽ ഭക്തി ഉണ്ടാവണമെന്നല്ലേ ആഗ്രഹിച്ചത്? ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഭക്തി അഖിലനാഥനായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന എന്നിൽ നിങ്ങൾക്കുണ്ടാവും. ദിഷ്ട്യാ വ്യവസിതം ഭൂപ ഭവന്തഋതഭാഷിണ ശ്രിയൈശ്വര്യമദോന്നാഹം പശ്യ ഉന്മാദകം നൃണാം. ഭൂപ വീണ്ടും വിളിച്ചു രാജാക്കന്മാരെ. വ്യവസിതം ദിഷ്ട്യ സങ്കല്പിക്കപ്പെട്ടത് ഏറ്റവും ശോഭനമാണ്. ഭവന്തഃ നിങ്ങൾ ഋതഭാഷിണ സത്യം പറയുന്നവരാണ്. ശ്രീഐശ്വര്യം അദോന്നാഹം ശ്രീ കൊണ്ടും ഐശ്വര്യം കൊണ്ടും ഉണ്ടാകുന്ന മതം, അതുകൊണ്ട്
അവനവന് തോന്നിയത് കാണിക്കുക. സ്വേച്ഛാചാരം മനുഷ്യർക്ക് ഉന്മാദകം പശ്യേ, മനുഷ്യർക്ക് എന്തുണ്ടാക്കും? അവർക്ക് ഭ്രമത്തെ ഉണ്ടാക്കുന്നതാണ്. എൻ്റെ ഭജനം തന്നെയാണ് ഏറ്റവും യോഗ്യം എന്ന നിങ്ങളുടെ ചിന്തയുണ്ടല്ലോ, അത് വളരെ നല്ലതാണ്. കാരണം രാജ്യൈശ്വര്യാദി ലാഭം കൊണ്ട് മതമുണ്ടാകുന്ന മനുഷ്യർ അല്ലെങ്കിൽ രാജാക്കന്മാർ, അവർ ഇഷ്ടം പോലെ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് സ്വേച്ഛ അനുസരിച്ച് ആചരിക്കണു പല കാര്യങ്ങളും. അത് അവരുടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കും. എന്നാൽ അത് നിങ്ങൾ പറഞ്ഞുല്ലോ, അത് സത്യം തന്നെയാണ്. അതേസമയം എന്നിലുള്ള ഭക്തി ഇത്തരത്തിലുള്ള മതങ്ങളിൽ നിന്നും ഭ്രമങ്ങളിൽ നിന്നൊക്കെ ജീവന് മോചനം നൽകുന്നതാണ്. അതിന് ഉദാഹരണമായിട്ട് ഭഗവാൻ പറയുകയാണ്, ഹൈഹയോ നഹുഷോ വേനോ രാവണോ നരകോപരേ ശ്രീമദാൽ ഭ്രംശിത സ്ഥാനാൽ ദേവദൈത്യനരേശ്വര. ഹൈഹയ, ഹേഹേൻ്റെ വംശത്തിൽ പിറന്ന കാർത്തവീര്യാർജുനൻ, നഹുഷൻ, വേനൻ, രാവണൻ, നരകൻ, ഇങ്ങനെയുള്ള നിരവധി ആളുകൾ ദേവദൈത്യ നരേശ്വര, ദേവന്മാരും അസുരന്മാരും രാജാക്കന്മാരുമൊക്കെ ശ്രീമദാത് സ്ഥാനാത് ഭ്രംശിത, ശ്രീമതം കൊണ്ട് ഐശ്വര്യ അഹങ്കാരം കൊണ്ട് അവരുടെ സ്ഥാനത്ത് നിന്ന് നിഷ്കാസിതരായവരാണ്. ഹേഹയകുലത്തിൽ പിറന്ന കാർത്തവീര്യാർജുനൻ, അദ്ദേഹം ശ്രീമതം കൊണ്ട് എന്ത് ചെയ്തു? ജമദഗ്നിയുടെ കാമധേനുവിനെ അപഹരിച്ചു. എന്നിട്ട് തിരിച്ചു കൊടുത്തില്ല. യുദ്ധത്തിന് ചെന്നു, പരശുരാമൻ നിഗ്രഹിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. നഹുഷൻ എന്ന രാജാവിൻ്റെ കഥയോ നമ്മൾ കേട്ടതാണ്. നഹുഷൻ ഇന്ദ്രനായി മാറിയപ്പോൾ അഭിനവ ഇന്ദ്രൻ ഇന്ദ്രാണിയെ തൻ്റെ ഭാര്യയാക്കാൻ മോഹിച്ചു. ശചീസംഗമത്തിനു വേണ്ടി ദാഹിച്ചു. അതുകൊണ്ട് ശചീദേവി എന്തു പറഞ്ഞു? സപ്തർഷികൾ ചുമക്കുന്ന പല്ലക്കിലേറി വന്നാൽ അങ്ങേ സ്വീകരിക്കാം. കാമം അവിടെ ധർമ്മത്തെ തോൽപ്പിച്ചു എന്നാണ്. ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ സപ്തർഷികൾ എന്നും ആദരിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു തോന്നൽ നഹുഷനിലുണ്ടാവുമായിരുന്നു. അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവരെ കൊണ്ട് പല്ലക്കെടുപ്പിക്കുകയും അതിൽ ഉയരം കുറഞ്ഞ അഗസ്ത്യനെ കാലുകൊണ്ട് ചവിട്ടി സർപ്പ എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹം സർപ്പമായി പെരുമ്പാമ്പായി അധപ്പതിച്ചു. ബ്രാഹ്മണ ശാപം കൊണ്ടല്ലേ വേനൻ ഒരു ഇയാമ്പാറ്റ പോലെ, തീയിൽ വീണ് ഇയാമ്പാറ്റ പോലെ നശിച്ചത് ബ്രാഹ്മണരുടെ ഹൂങ്കാര ശബ്ദത്തിൽ. രാവണനോ പതിവ്രതയായ സീതാദേവിയെ അപഹരിച്ചു. അതുകൊണ്ട് അവിടെ അപകടം സംഭവിച്ചു. നരകാസുരൻ പലതും അപഹരിച്ചു കൊണ്ടുവന്ന അവസാനം സ്വർഗത്തിൽ അതിഥിയുടെ കുണ്ഡലങ്ങളും വെൺകൊറ്റക്കുടയും അപഹരിച്ചു. അതുകൊണ്ട് എന്നാൽ തന്നെ കൊല്ലപ്പെട്ടു. ഇങ്ങനെ നിരവധി ആളുകൾ ദേവന്മാരിലുണ്ട്, അസുരന്മാരിലുണ്ട്, രാജാക്കന്മാരിലുണ്ട്. ഐശ്വര്യമതം കൊണ്ട് അവരൊക്കെ അനർത്ഥം വരുത്തി വെച്ച ആളുകളാണ്. ഐശ്വര്യം, സമ്പത്ത് ആപത്താണെന്ന് നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്. ഭവന്ത ഏതദ്വിജ്ഞായ ദേഹാദ്യുൽപാദ്യമന്തവൽ മാം യജന്തോധ്വരേർയുക്ത പ്രജാ ധർമ്മേണ രക്ഷത. ഉൽപ്പാദിക്കാൻ യോഗ്യമായ ദേഹം തുടങ്ങിയത് അന്തവത്ത് നാശമുള്ളതാണ് എന്ന് ഭവന്ത നിങ്ങൾ അറിഞ്ഞിട്ട്, വിജ്ഞായ യുക്ത വിചാരശീലരായിട്ട്, അധ്വരൈ യാഗങ്ങൾ കൊണ്ട്, മാം യജന്ത എന്നെ യജിക്കുന്നവരായി, പ്രജകളെ ധർമ്മേണ രക്ഷത ധർമ്മത്തോടുകൂടി ധർമാനുസാരിയായി ഭരണം നടത്തൂ. ഇവിടെ ഉണ്ടായതൊക്കെ നശിക്കുന്നതാണ്. അതുകൊണ്ട് ദേഹം തുടങ്ങിയ ഉൽപ്പാദ്യ വസ്തുജാലം മുഴുവൻ നശിക്കുന്നതാണ്. അതുണ്ടായതാണ്, അതുകൊണ്ട് തന്നെ നശിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? യാഗാദി കർമ്മങ്ങൾ, പുണ്യപ്രവർത്തികൾ ചെയ്ത് ധർമാനുസാരിയായി പ്രജകളെ സംരക്ഷിച്ചും കൊണ്ട് രാജ്യം ഭരിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. സന്തന്വന്ത പ്രജാതന്തുൻ സുഖം ദുഃഖം ഭവാഭവൗ പ്രാപ്തം ച സേവന്തോ മച്ചിത്ത വിചരിഷ്യഥ. പ്രജാതന്തുൻ സന്തതികളെ, സന്തന്വന്ത നന്നായി ജനിപ്പിക്കുന്നവരായി, സുഖത്തെയും ദുഃഖത്തെയും വൃദ്ധിക്ഷയങ്ങളെയും, ഭവാഭവവും പ്രാപ്തം വരുന്നതിനെ സേവന്ത സേവിക്കുന്നവരായി, മച്ചിത്ത
വിചരിഷ്യത, എന്നിൽ മനസ്സ് ചേർത്ത് വെച്ച് നിങ്ങൾ ജീവിക്കുവിൻ എന്നാണ്. ഗൃഹസ്ഥാശ്രമത്തിലിരുന്ന് സൽപ്രജകളെ സൃഷ്ടിച്ച് പ്രജാവൃദ്ധി വരുത്തി സുഖദുഃഖങ്ങളെയും അതേപോലെ വൃദ്ധിക്ഷയങ്ങളെയൊക്കെ ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് കരുതി ഭഗവാൻ പറയുകയാണ്, എന്നിൽ തന്നെ സമർപ്പിതമായ മനസ്സോടുകൂടി നിങ്ങൾ സഞ്ചരിക്കൂ. ഉദാസീനാശ്ച ദേഹാദാവാത്മാരാമാധൃതവ്രത മയ്യാവേശ്യ മനസ്സമ്യക് മാമന്തേ ബ്രഹ്മയാസ്യധ. ദേഹാദിയിൽ ഉദാസീനന്മാരാവുക, ആത്മാരാമ ആത്മാവിൽ രമിക്കുന്നവരായിട്ട് തീരാം. ധൃതവ്രത വേണ്ട വ്രതങ്ങളെയൊക്കെ ധരിക്കുക. അങ്ങനെ എന്നിൽ മനസ്സിനെ ആവേശിപ്പിച്ചിട്ട് അന്തേ ബ്രഹ്മമാം, അവസാനത്തിൽ ബ്രഹ്മമായ എന്നെ തന്നെ സമ്യക് യാസ്യത, നിങ്ങൾ എന്നിലേക്ക് തന്നെ എത്തിച്ചേരും എന്നാണ്. ദേഹാദികളുമായി ബന്ധത്തിലുള്ള കാര്യങ്ങളിൽ ഉദാസീനരായിരിക്കുകയും ആനന്ദസ്വരൂപനായ എന്നിൽ മനസ്സുവെച്ച് ആത്മാരാമനായിരിക്കുകയാണ് വേണ്ടത്. അവസാനം നിങ്ങൾ എന്നിലേക്ക് തന്നെ എത്തിച്ചേരും. ഇത്യാദിശ്യ നൃപാൻ കൃഷ്ണോ ഭഗവാൻ ഭുവനേശ്വരാ തേഷാം ന്യയുക്ത പുരുഷാൻ സ്ത്രീയോ മജ്ജന കർമ്മണി. അവിടെ ലോകനാഥനായിരിക്കുന്ന ഭഗവാൻ, ഐശ്വര്യപൂർണനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ രാജാക്കന്മാരോട് ഇങ്ങനെ നിർദ്ദേശിച്ചിട്ട് തേഷാം മജ്ജന കർമ്മണി, അവരുടെ സ്നാനകർമ്മത്തിനായി സ്ത്രീകളെയും പുരുഷന്മാരെയും നിയോഗിച്ചു. അവരെ വേണ്ട പോലെ ഉപദേശം ചെയ്തിട്ട് അവരെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുക, അതിന് ദാസന്മാരെയും ദാസികളെയും ഒക്കെ ഏർപ്പെടുത്തി. ഇവിടെ ഭഗവാൻ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൂടെ മുക്തി എങ്ങനെ നേടാം എന്നുള്ളത് ആ രാജാക്കന്മാർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവരുടെ ആ തിരിച്ചുള്ള യാത്രയ്ക്ക് മുന്നോടിയായി സ്നാനാലങ്കാരങ്ങളും വസ്ത്രങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ദാസന്മാരെയും ദാസിമാരെയും ഒക്കെ ഏർപ്പെടുത്തി. സപര്യാം കാരയാമാസ സഹദേവേന ഭാരത നരദേവോചിതൈർവസ്ത്രൈർഭൂഷണൈസ്രഗ്വിലേപനൈ. ഭാരത, പരീക്ഷിത്തെ, നരദേവോചിതൈ, നരദേവൻ എന്ന് വെച്ചാൽ രാജാവ്, രാജാക്കന്മാർക്ക് യോജിച്ച തരത്തിലുള്ള വസ്ത്രങ്ങൾ, ഭൂഷണങ്ങൾ, സ്രഗ്വിലേപനൈ, മാല, ചന്ദനം, ഇതൊക്കെ സഹദേവനെ കൊണ്ട് സപര്യാം കാരയാമാസ, അവരെയൊക്കെ വേണ്ട പോലെ പൂജിച്ചു. രാജാക്കന്മാരെ ജരാസന്ധൻ കൊണ്ടുവന്ന് തടവിലാക്കിയ 20,800 രാജാക്കന്മാരെയും യഥാവിധി രാജകീയമായ സമ്മാനങ്ങളും വസ്ത്രങ്ങളും അലങ്കാരങ്ങളും ചന്ദനവും മാലയും ഒക്കെ കൊടുത്ത് അവരെ വേണ്ടതുപോലെ പൂജിച്ചു, സന്തോഷിപ്പിച്ചു. ഭോജയിത്വാവരാന്നേന സുസ്നാതാൻ സമലംകൃതാൻ ഭോഗേശ്ച വിവിധൈർയുക്താം താംബൂലാദ്യൈർനൃപോചിതൈ. നൃപോചിതൈ, രാജ്യയോഗ്യങ്ങളായിരിക്കുന്ന തരത്തിൽ, സുസ്നാതാൻ, നല്ലപോലെ കുളിച്ച, അലങ്കാരമൊക്കെ ചെയ്ത, സമലംകൃതാൻ, അവരെ വരാന്നേന, ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ കൊടുത്ത്, ഭോജയിത്വ, ഭുജിപ്പിച്ചിട്ട്, താംബൂലാദ്യ, ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെന്താ, താംബൂലം, ആ താംബൂലം തുടങ്ങിയ പലതരത്തിലുള്ള ഭോഗങ്ങൾ അവർക്ക് അനുഭവിക്കാൻ വേണ്ടതുപോലെ തയ്യാറാക്കി ആ രീതിയിൽ അവരെ സൽക്കരിച്ചു, പൂജിച്ചു. തേ പൂജിതാ മുകുന്ദേന രാജാനോ മൃഷ്ടകുണ്ടല വിരേജുർ മോചിതാ ക്ലേശാൽ പ്രാവൃഡന്തേ യഥാഗ്രഹ. മൃഷ്ടകുണ്ടല, നല്ല സുന്ദരമായ കുണ്ടലങ്ങളോടുകൂടി ആ രാജാക്കന്മാർ ക്ലേശങ്ങളിൽ നിന്ന് മോചിതരായി. എങ്ങനെ? മുകുന്ദേന, ശ്രീകൃഷ്ണൻ അവരെ ക്ലേശങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങനെ പൂജിക്കപ്പെട്ടവരായി പ്രാവൃഡന്തേ ഗ്രഹായഥ, മഴക്കാലത്തിൻ്റെ അവസാനത്തിൽ ഗ്രഹങ്ങൾ, സൂര്യാദിഗ്രഹങ്ങൾ എങ്ങനെയാണോ വിടർന്ന് തെളിഞ്ഞു നിൽക്കുക, അതേപോലെ മേഘനിർമുക്തങ്ങളായ ആകാശത്തിൽ സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയവരൊക്കെ എങ്ങനെയാണോ അതേപോലെ ഏറ്റവും സന്തോഷമുള്ളവരായി മാറി. രഥാൻ സദശ്വാനാരോപ്യാമണികാഞ്ചനഭൂഷിതാൻ പ്രീണയ്യാസൂനൃതൈർവാക്യൈ
സ്വദേശാൻ പ്രത്യയാപയൽ മണികാഞ്ചനഭൂഷിതാൻ രത്നം സ്വർണം ഇതുകൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ട സദശ്വാൻ ഏറ്റവും നല്ല കുതിരകളെ കെട്ടിയിട്ടുള്ള തേരുകളെ രഥങ്ങൾ അതിലേക്ക് ആരോപ്യ അവരെയൊക്കെ കയറ്റിയിട്ട് സൂനൃതൈ വാക്യൈ നല്ല പ്രീതി നല്ല സന്തോഷമുണ്ടാകുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് അവരെ സന്തോഷപ്പെടുത്തി സ്വദേശാൻ പ്രത്യയാപയൽ സ്വന്തം സ്ഥലങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് അവരെയൊക്കെ തിരിച്ചയച്ചു. രാജ്യങ്ങളിലേക്ക് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള രഥങ്ങളിൽ കയറ്റി സർവാലങ്കാര വിഭൂഷിതരായ ആ രാജാക്കന്മാരെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവിടുന്ന് പറഞ്ഞയച്ചു. തയേവം മോചിത കൃച്ഛ്രാൽ കൃഷ്ണേന സുമഹാത്മന യയുസ്തമേവ ധ്യായന്ത കൃതാനി ച ജഗൽപതേ സുമഹാത്മന. ഏറ്റവും മഹത്വമേറിയ മനസ്സോടുകൂടിയ ശ്രീകൃഷ്ണനാൽ ഏവം കൃച്ഛാൽ മോചിത ഇങ്ങനെ ദുഃഖങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട അവർ തം ഏവ ആ ഭഗവാനെയും ജഗത്പതിയുടെ ആ കർമ്മങ്ങളെയും ഭഗവാനെയും ഭഗവാന്റെ ലീലകളെയും ഓർത്തും കൊണ്ട് അവർ തിരിച്ചു പോണു എന്നാണ്. അന്യദുഃഖത്തെ നശിപ്പിക്കുക അത് ഭഗവാന്റെ കാരുണ്യമാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഇവരുടെ ദുഃഖങ്ങളെ മുഴുവൻ തീർത്തു. അവർ രഥത്തിൽ കയറിയപ്പോൾ അവർക്ക് ശ്രീകൃഷ്ണനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാണ്ടായുള്ളൂ. ജരാസന്ധനെ കൊന്നത്, അതേപോലെ തങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സമർപ്പണങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്, ഇങ്ങനെ ഭഗവാന്റെ ലീലകളെ ആലോചിച്ച് ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ ഹൃദയത്തിൽ ധ്യാനിച്ച് അവരിതാ യാത്രയായി. ജഗതു പ്രകൃതിഭ്യസ്തേ മഹാപുരുഷചേഷ്ടിതം യഥാന്വശാസൽ ഭഗവാൻ തഥാ ചക്രുരതന്ത്രിത. തേ പ്രകൃതിഭ്യാ മഹാപുരുഷചേഷ്ടിതം ജഗതു. അവിടെ ചെന്നിട്ട് രാജാക്കന്മാർ ശ്രീകൃഷ്ണൻ്റെ മഹിമയെ തങ്ങളുടെ ആ രാജ്യത്തിലുള്ള പ്രജകളുമായി ആ മഹിമയൊക്കെ പറഞ്ഞു. ശ്രീകൃഷ്ണൻ എങ്ങനെയാണോ അനുശാസിച്ചത് യഥാ അന്വശാസൽ അതേപോലെ അതന്ത്രിത ഒട്ടും തന്നെ ഉദാസീനരല്ലാതെ ആലസ്യമില്ലാതെ തഥാ ചക്രു അതേപോലെ തന്നെ ചെയ്തു. ശ്രീകൃഷ്ണൻ്റെ പരാക്രമത്തെയും ശ്രീകൃഷ്ണൻ തങ്ങളുടെ നേരെ കാണിച്ച കാരുണ്യത്തെക്കുറിച്ചും ആ സഹദേവനാൽ ഞങ്ങളെ പൂജിച്ചതിനെക്കുറിച്ചൊക്കെ ആ അപ്രാകൃതമായ ഭഗവത് വൈഭവത്തെ കുറിച്ച് പ്രജകളുടെ അടുത്ത് ഇവർ പങ്കുവച്ചു കാര്യങ്ങൾ. ഭഗവാൻ അവരോട് എങ്ങനെയാണോ രാജ്യം ഭരിക്കാൻ നിർദ്ദേശിച്ചത് അതേപോലെ തന്നെ ധാർമ്മികമായ രീതിയിൽ ധർമാനുസാരിയായി അവർ രാജ്യം ഭരിക്കുകയും ചെയ്തു. ജരാസന്ധം ഘാതയിത്വാ ഭീമസേനേന കേശവ പാർത്ഥാഭ്യാം സംയുതപ്രായാൽ സഹദേവേന പൂജിത. കേശവ ശ്രീകൃഷ്ണൻ ഭീമസേനനെ കൊണ്ട് ജരാസന്ധനെ ഘാതയിത്വ വധിച്ചിട്ട് പാർത്ഥാഭ്യാം സംയുത പാർത്ഥന്മാരോടുകൂടി ഭീമാർജുനന്മാരോടുകൂടി സഹദേവേന പൂജിത സഹദേവനാൽ പൂജിക്കപ്പെട്ടവനായി തിരിച്ച് യാത്ര ആരംഭിച്ചു എന്നാണ്. സഹദേവൻ ഭഗവാനെ വേണ്ട പോലെ പൂജിച്ചു. ഏത് സഹദേവൻ? ജരാസന്ധൻ്റെ പുത്രനായ സഹദേവൻ. എന്നിട്ട് സഹദേവ സഹോദരന്മാർ, അത് ഏത് സഹദേവനാ? അത് പാണ്ഡുപുത്രന്മാർ. ആ സഹദേവൻ സഹോദരന്മാരായിരിക്കുന്ന ഭീമാർജുനന്മാരോടുകൂടി അവരോടുകൂടി സഹദേവനായി അവരുടെ ദേവനായി ഭഗവാൻ തിരിച്ചു വന്നു എന്നാണ്. ഗത്വാതേ ഘാണ്ഡവപ്രസ്ഥം ശംഖാൻ ദദ്മുർജിതാരയാ ഹർഷയന്ത സ്വസുഹൃദോ ദുർഹൃദാം ചാസുഘാവഹ. സ്വസുഹൃദ തങ്ങളുടെ സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കുന്ന ദുഷ്ടന്മാർക്ക് അസുഖത്തെ ഉണ്ടാക്കുന്ന ജിതാരയ അരികളെ ശത്രുക്കളെ ജയിച്ച് വരുന്ന അവർ ഘാണ്ഡവപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തിയിട്ട് ശംഖാൻ ദദ്മു ഉറക്കെ അവരുടെ കയ്യിലുള്ള ശംഖ് ഉറക്കെ വിളിക്കാനായിട്ട് തുടങ്ങി. തച്ഛ്രുത്വാ പ്രീതമനസാ ഇന്ദ്രപ്രസ്ഥനിവാസിന മേനിരേ മാഗധം ശാന്തം രാജാ ചാപ്തമനോരഥ. ഇന്ദ്രപ്രസ്ഥനിവാസിന അവിടെയുള്ള ഇന്ദ്രപ്രസ്ഥത്തിലുള്ള ആളുകൾ അത് കേട്ടു.
കേട്ടിട്ട് വലിയ സന്തോഷമായി. ശംഖ് വിളിച്ചു വരുന്നുണ്ടെങ്കിൽ അത് മംഗളമാണ്, ശത്രുവിനെ നിഗ്രഹിച്ചിരിക്കുന്നു. സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടി ജരാസന്ധനെ ശാന്തം മേനിരെ, ജരാസന്ധനെ കൊന്നു എന്നവർ വിചാരിച്ചു. യുധിഷ്ഠിരനോ ആപ്തമനോരഥാച, പൂർണ്ണമനോരഥത്തോടു കൂടിയവനായി മാറി. തൻ്റെ മനോരഥം സാധിച്ചിരിക്കുന്നു, ജരാസന്ധനെ നിഗ്രഹിച്ചിരിക്കുന്നു. അഭിവന്ദ്യാധരാജാനം ഭീമാർജുന ജനാർദ്ദന സർവമാശ്രാവയാംശ്ചക്രുരാത്മന യദനുഷ്ഠിതം. ഭീമാർജുന കൃഷ്ണന്മാര്, ഭീമാർജുന ജനാർദ്ദന. അതിനുശേഷം രാജാനം അഭിവന്ദ്യ, ധർമ്മപുത്ര മഹാരാജാവിനെ അഭിവന്ദിച്ചിട്ട് വന്ദിച്ചിട്ട് ആത്മനായതനുഷ്ഠിതം, എന്താണ് തങ്ങൾ ചെയ്തത്, സർവം ആശ്രാവയാംശ്ചക്രു, അതൊക്കെ എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ പറഞ്ഞ് കേൾപ്പിച്ചു എന്നും പറയുന്നു. നിശമ്യ ധർമ്മരാജസ്തൽ കേശവേനാനുകമ്പിതം ആനന്ദാശ്രുകലാം മുഞ്ചൻ പ്രേംണാ നോവാച കിഞ്ചന. ധർമ്മരാജാവോ, ധർമ്മപുത്ര മഹാരാജാവ് കേശവേന അനുകമ്പിതം തത് നിശമ്യ, ശ്രീകൃഷ്ണനാൽ ദയ കാണിക്കപ്പെട്ട ആ കാര്യങ്ങളെ, ആ സംഭവങ്ങളെക്കുറിച്ച് കേട്ടിട്ട് പ്രേംണ, പ്രേമം കൊണ്ട് ആനന്ദാശ്രുകലാം മുഞ്ചൻ, ആനന്ദക്കണ്ണീരൊലിപ്പിക്കുകയല്ലാതെ കിഞ്ചന ന ഉവാച, വേറൊന്നും പറഞ്ഞില്ല എന്നും പറയുന്നു. ആനന്ദബാഷ്പമൊഴുക്കി, മിഴികൾ നിറഞ്ഞും മൊഴികൾ മുറിഞ്ഞും ഒന്നും പറയാനാവാതെ നിൽക്കുന്നു ധർമ്മപുത്ര മഹാരാജാവ്. ആ ഒരു ചിത്രത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നത്. അതോടുകൂടി ജരാസന്ധ നിരുദ്ധ രാജവിമോക്ഷണം എന്ന ദശമസ്കന്ധത്തിലെ 73-ാമത്തെ അധ്യായം സമർപ്പിക്കുകയാണ്. നാളെയാണ് 74-ാമത്തെ അധ്യായം നമ്മൾ അനുസ്മരിക്കുക. അപ്പോഴാണ് രാജസൂയം എന്നുള്ള ആ രംഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഇപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരതിയുണ്ടാവാൻ
ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം
ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.